രംഗത്ത് ഇന്ന് നായികമാരായി ഒട്ടനവധി പേരുണ്ടെങ്കിലും ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടിയാണ് റിബേക്ക സന്തോഷ്. ചുരുങ്ങിയ നാൾ കൊണ്ട് ജനപ്രീതി നേടാൻ റിബേക്ക് കഴിഞ്ഞു. കസ്തൂരിമാൻ, കളിവീട് തുടങ്ങിയ പരമ്പരകളാണ് റിബേക്കയെ പ്രിയങ്കരിയാക്കിയത്. കുഞ്ഞിക്കൂരൻ എന്ന സീരിയലിൽ ബാലതാരമായാണ് റിബേക്ക സീരിയൽ രംഗത്തെത്തുന്നത്. സ്വപ്നക്കൂട്, നീർമാതളം തുടങ്ങിയ സീരിയലുകളിൽ റിബേക്ക അഭിനയിച്ചു. സംവിധായകനായ ശ്രീജിത്ത് വിജയനാണ് റിബേക്കയുടെ ഭർത്താവ്. 6 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് റിബേക്കയും ശ്രീജിത്തും വിവാഹിതരായത്. കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയുടെ സംവിധായകനാണ് ശ്രീജിത്ത് വിജയൻ. റിബേക്കയുടെ അഭിമുഖങ്ങളിലെ പരാമർശങ്ങൾ ചിലപ്പോഴൊക്കെ ട്രോളുകൾ വരാൻ കാരണമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ റിബേക്കയും ഉണ്ടായിരുന്നു. തലേന്ന് തന്നെ എത്തിയ റിബേക്ക ക്ഷേത്രത്തിൽ ദർശനം നടത്തി തൊഴുകൈകളോടെ നിൽക്കുന്ന ഫോട്ടോസ് പങ്കുവച്ചിരുന്നു. ഇതിന് താഴെ റിബേക്കയെ ട്രോളി വ്യാപകമായ കമന്റുകളാണ് വന്നത്. റിബേക്കയുടെ ഭക്തിയല്ല, അഭിനയമാണെന്നാണ് കമന്റുകൾ. എന്തൊരു അഭിനയമാണ് ഇത്, സീരിയൽ അല്ല ചേച്ചി, പ്രാർത്ഥനയല്ല, ഓവർ ആക്ടിംഗ് ആണിത് എന്നൊക്കെയാണ് കമന്റുകൾ. അതേസമയം നടിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളും വരുന്നുണ്ട്. പക്ഷേ റിബേക്ക അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല. വീണ്ടും പൊങ്കാല ചിത്രങ്ങൾ റിബേക്ക പങ്കുവെക്കുകയുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആറ്റുകാൽ പൊങ്കാലയുടെ ബ്രാൻഡ് അംബാസഡറായി മലയാളികൾ പറയുന്ന നടി ചിപ്പിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചിരിക്കുകയാണ് റിബേക്ക. ചിപ്പി സ്ഥിരമായി ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്ന ഒരാളാണ്. ചിപ്പിയെ കണ്ടില്ലെങ്കിൽ മലയാളികൾക്ക് ഒരു തൃപ്തിയും വരികയില്ല. ചേച്ചി, നിങ്ങളൊരു പ്രചോദനമാണ് എന്ന ക്യാപ്ഷനോടെയാണ് ചിപ്പിക്കൊപ്പമുള്ള ഫോട്ടോ റിബേക്ക പോസ്റ്റ് ചെയ്തത്. സിനിമ, സീരിയൽ രംഗത്ത് താരങ്ങളുടെ സാന്നിധ്യം എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഇത്തവണ എത്തിയവരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. നടി മഞ്ജു പത്തോറസിന്റെ സാന്നിധ്യമാണ് ചർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങളിലൊന്ന്. ക്രിസ്ത്യാനികൾ പൊങ്കാല ഇടുമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യം. അതേസമയം ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ജാതിമത ഭേദങ്ങൾക്ക് അപ്പുറമാണെന്ന് ഗായിക അഭയ ഹിരൺമയി അഭിപ്രായപ്പെട്ടു. ഇത് സംബന്ധിച്ച ഒരു കുറിപ്പും അഭയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.